മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷാ സമയത്ത് കൂടുതൽ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3 യേശു സംഭാഷണങ്ങളാണ്. യേശു ദീർഘമായി 3 സാഹചര്യങ്ങളിൽ സ്ത്രീകളോട് സംസാരിക്കുന്നതും അതിലൂടെ വലിയ സത്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നതും നമ്മൾ വിചിന്തനം നടത്തുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ 3 സ്ത്രീ കഥാപാത്രങ്ങളെ എത്രമാത്രം യേശുവിൻ്റെ അനുഗ്രഹീത ശിഷ്യരാക്കി മാറ്റുവാൻ ഈശോ അവരോട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നതും യേശു അവരെ തൻ്റെ ശുശ്രൂഷയ്ക്കായി സാക്ഷ്യത്തിനായി വിനിയോഗിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ്. യേശുവും സമരിയാക്കാരിയും. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലൂടെ അതിർത്തികൾ വയ്ക്കാതെ, അതിരുകൾ കാത്തു സൂക്ഷിക്കാതെ എല്ലാവരെയും നേടുവാൻ സമരിയായിലൂടെ യാത്ര ചെയ്ത് സിക്കാർ പട്ടണത്തിലെത്തുന്ന യേശുവിനെ നമ്മൾ കണ്ടുമുട്ടുന്നു. യാക്കോബിൻ്റെ കിണറിൻ്റെ സമീപത്തിരുന്ന് സമരിയാക്കാരി, അവിടേക്ക് വെള്ളം കോരുവാൻ വന്ന സമരിയാക്കാരിയുമായി ദീർഘ സംഭാഷണത്തിൽ ഈശോ ഏർപ്പെടുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശിഷ്യന്മാരെയെല്ലാം ഭക്ഷണം വാങ്ങുവാനായിട്ട് പറഞ്ഞുവിട്ട് യാക്കോബിൻ്റെ കിണറ്റിൻകരയിലിരുന്ന് സമരിയാക്കാരിയുമായി ദീർഘനേരത്തെ യേശുവിൻ്റെ സംഭാഷണം. അവളെ നേടിയെടുക്കുവാൻ അവളുടെ ജീവിത അവസ്ഥകളെ അവൾക്ക് മനസ്സിലാക്കി കൊടുത്ത് അവൾക്ക് വലിയ ഒരു മാറ്റം സംഭവിക്കുന്നതായും അവൾ പിന്നീട് യേശുവിൻ്റെ സദ്വാർത്ത അറിയിക്കുന്നവളുമായി മാറുന്നത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യേശു സംഭാഷണം നടത്തുന്ന 3 സാഹചര്യങ്ങളിലും നമുക്ക് കാണാനാകുന്ന 3 സവിശേഷതകളുണ്ട്. ഒന്നാമത്തെ സാഹചര്യം സമരിയാക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണമാണ് എങ്കിൽ, രണ്ടാമത്തെ ദീർഘസംഭാഷണം യേശുവും
യേശു സ്നേഹിച്ച സ്നേഹിതനുമായിരുന്ന ലാസറിൻ്റെ സഹോദരിമാരോട്, മർത്താ മറിയത്തോടുള്ള സംഭാഷണമാണ്. മൂന്നാമത്തെ സംഭാഷണമാകട്ടെ യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് യേശുവിനെ വിട്ടുപിരിയാതെ യേശുവിൻ്റെ ശിഷ്യയായിത്തീർന്ന മഗ്ദലേന മറിയത്തോടുള്ള സംഭാഷണമാണ്. ആദ്യത്തേത് സമരിയാക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണം, രണ്ടാമത്തേത് ലാസറിൻ്റെ സഹോദരിമാരോടുള്ള സംഭാഷണം, മൂന്നാമത്തേത് മഗ്ദലേന മറിയത്തോടുള്ള സംഭാഷണം. ഈ മൂന്ന് സംഭാഷണ സാഹചര്യങ്ങളിലും വളരെ മനോഹരമായി അതിവിദഗ്ധമായി അവരെ മൂന്ന് കാര്യങ്ങൾക്കായി അവരെ ഒരുക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മൂന്ന് കാര്യങ്ങളെന്ന് ഞാൻ വിവക്ഷിക്കുന്നത് ഇപ്രകാരമാണ്. ഒന്നാമത്തേത്, ഈ മൂന്ന് സാഹചര്യങ്ങളിലൂടെയും അവർ യേശുവിൻ്റെ ശിഷ്യകളായി അവർ മാറ്റപ്പെടുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും അയക്കപ്പെടുന്നവരായി ഈശോ അവരെ രൂപാന്തരപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അപ്പസ്തോലന്മാരായി അവരെ രൂപാന്തരപ്പെടുത്തുന്നു. രണ്ടാമത്തേത്, അവരിലൂടെ വലിയൊരു സാക്ഷ്യത്തിന് അവരെ ഒരുക്കുകയാണ്. മൂന്നാമത്തേത്, വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള മനോഭാവത്തോടെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് അവരെ ആഴമേറിയ ബോധ്യത്തിലേക്ക് നയിക്കുകയാണ്. ഈ മൂന്ന് സാഹചര്യങ്ങളിലും സംഭാഷണ വേളകളിലും യേശുവിൻ്റെ വലിയ വെളിപ്പെടുത്തലുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ സംഭാഷണ വേള നേരത്തെ പറഞ്ഞതുപോലെ സമരിയാക്കാരി സ്ത്രീയോടായിട്ടാണ്. അവളുടെ ജീവിത സാഹചര്യങ്ങളെ തുറന്നു വെച്ച് അവളെ നേടിയെടുക്കുവാൻ, അവളുടെ ആന്തരികതയിലേക്ക് കടന്നു ചെല്ലുന്ന കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 28-ാം തിരുവചനം, അവൾ വെള്ളം കോരുവാനായിട്ടാണ് വന്നത്. ആ കുടം അവിടെ വെച്ചിട്ട് അവൾ സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. അവൾ ഏതൊരവസ്ഥയിലായിരുന്നു, ഏത് സാഹചര്യങ്ങളിലായിരുന്നു അവൾ ജീവിച്ചിരുന്നത്, അതിനെ മാറ്റിവെച്ചിട്ടാണ് അവൾ പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ആദ്യമേ സമരിയാക്കാരി സ്ത്രീയെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യയാക്കുന്നു. വലിയ ബോധ്യം അവൾക്കായി ദൈവശാസ്ത്രപരമായും വലിയ വെളിപ്പെടുത്തലിലൂടെ അവൾക്ക് ബോധ്യങ്ങൾ നൽകുന്നു. അതിനുശേഷമാണ് അവൾ തീരുമാനിക്കുന്നത്, ഞാൻ അനുഭവിച്ച യേശു അനുഭവം, ഞാൻ മനസ്സിലാക്കിയ എൻ്റെ കാര്യങ്ങൾ മുഴുവനായി എനിക്ക് വെളിപ്പെടുത്തി തന്ന ആ ദൈവികമായിട്ടുള്ള അനുഭവം, അത് എനിക്ക് മാത്രം സൂക്ഷിക്കാനായിട്ടുള്ളതല്ല, മറിച്ച് അത് മറ്റുള്ളവരുമായി ഞാൻ പങ്കുവയ്ക്കാൻ വിളിക്കപ്പെട്ടവളാണ് എന്നുള്ള ബോധ്യവും അവൾക്ക് നൽകുകയാണ്. അതുകൊണ്ടാണല്ലോ
അവൾ ഏത് അവസ്ഥയിലായിരുന്നോ അതിനെ മാറ്റിവെച്ചിട്ട്, ലെഫ്റ്റ് ഓവർ മാറ്റിവെച്ചിട്ട് അവൾ സ്വന്തം ഗ്രാമത്തിലേക്ക് പോകുന്നതും അവിടെ സാക്ഷ്യം നൽകുന്നതും. ഇതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാം തിരുവചനം, പത്രോസും യാക്കോബും യോഹന്നാനും അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ ജീവസന്ധാനത്തിന് ആവശ്യമായിരുന്ന വലയും വള്ളവും വിട്ട് മാറ്റിവെച്ച് ഉപേക്ഷിച്ച് അപ്പോൾ തന്നെ യേശുവിൻ്റെ പിന്നാലെ പോയി എന്ന് പറയുന്നത് പോലെ, ഇതാ സമരിയാക്കാരി സ്ത്രീയും ആ കുടം അവിടെ വെച്ചിട്ട് ഇതാ പുതിയ ജീവിതാവസ്ഥയിലേക്ക്, സാക്ഷ്യ ജീവിതത്തിലേക്ക് അവൾ ഇറങ്ങിത്തിരിക്കുകയാണ്. നമുക്കിങ്ങനെ ചിന്തിക്കാവുന്നതേയുള്ളൂ. അവൾ ചെന്ന് അവളുടെ ഗ്രാമവാസികളോട് ഓരോരുത്തരോടുമായി അവരെയൊക്കെ മൊത്തം നേടിയെടുക്കുന്ന രീതിയിൽ അവൾ ഒരു പ്രചാരകയായി, സാക്ഷിയായിട്ട് മാറുന്നു. യേശു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ, ഒന്നാമത്തേത് യേശുവിൻ്റെ ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യ ആക്കി യേശു മാറ്റുന്നതിനോടൊപ്പം നൽകുന്ന വലിയൊരു കൃപാവരമാണ് സാക്ഷ്യം നൽകാനുള്ള വലിയ അനുഗ്രഹം. ആ ഗ്രാമം ഒന്നടങ്കം യേശുവിനെ കേൾക്കാൻ തയ്യാറാവുകയാണ്. അവരോടൊത്ത് 2 ദിവസം ഈശോ താമസിക്കുകയും ചെയ്യുന്നു. അവസാനം അവർ തന്നെ സാക്ഷ്യം നൽകുന്നത് പോലെ ഇങ്ങനെ പറയുന്നു, ഇനി നീ പറഞ്ഞത് കേട്ടല്ല, ഞങ്ങൾ തന്നെ അത് അനുഭവിച്ചു കഴിഞ്ഞു. ഇതാണ് ഒരു ക്രിസ്തു ശിഷ്യനായി തീരുമ്പോൾ അതിൻ്റെ ഫലമായി സാക്ഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആ സാക്ഷ്യ ജീവിതം വഴി മറ്റുള്ളവരെ കൂടെ നേടിക്കൊണ്ട് ഉള്ളൊരനുഭവത്തിലേക്ക് കടന്നു വരേണ്ടത്. യേശു തൻ്റെ സംഭാഷണം വഴി ഇതാ സമരിയാക്കാരി സ്ത്രീയെ നേടുക മാത്രമല്ല, അവളെ ഒരു സാക്ഷ്യത്തിനായി ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അയക്കുന്നത് പോലെ അവളെയും അവളുടെ സ്വന്തം ഗ്രാമത്തിലേക്ക് അയക്കുന്നു. ആ ഗ്രാമം മുഴുവൻ യേശുവിൻ്റെ സ്വന്തമായിട്ട് മാറുന്നു. ഇതാണ് ഈ സംഭാഷണങ്ങളുടെ, യേശുവിൻ്റെ 3 സംഭാഷണങ്ങളിലും സംഭവിക്കുന്ന ആദ്യത്തെ 2 കാര്യങ്ങൾ. ശിഷ്യയാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ അപ്പസ്തോലയാക്കി മാറ്റുന്നു, സാക്ഷ്യ ജീവിതത്തിനായിട്ടൊരുക്കുന്നു. മൂന്നാമത്തേത് വിശുദ്ധിയുള്ള ജീവിതത്തിന് ഉള്ളൊരു ക്ഷണം കൂടിയാണ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ 3 സംഭാഷണങ്ങളിലും അവരുടെ ജീവിതത്തെ, ആ ജീവിത സാഹചര്യങ്ങളിൽ മാത്രമല്ല തുടർന്നുള്ള അവരുടെ ജീവിതത്തിലും വിശുദ്ധി നിറഞ്ഞ ജീവിതമാകണമെന്ന് ആ സംഭാഷണങ്ങളിലൂടെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ സമരിയാക്കാരി സ്ത്രീയുടെ കാര്യത്തിലും അവളുടെ ജീവിത അവസ്ഥകളെ ഒന്നൊന്നായി മാറ്റിമറിക്കുമ്പോൾ ഒരു റീപ്ലേസ്മെൻറ്റ് ദൈവശാസ്ത്രം കൂടി ഈശോ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. തിരുവചനം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോളമൻ ദൈവത്തിനു വേണ്ടി ഒരു ആലയം പണിതു. ആ ആലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നു നിറഞ്ഞ് ആ ആലയത്തിൽ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ വലിയ ദൈവാനുഭവം ലഭിക്കുന്ന അവസരമാക്കി ജെറുസലേം ദേവാലയം മനോഹരമായി സോളമൻ പണിതു.
ദേവാലയത്തിൽ വസിക്കുന്ന ദൈവം, അതുവഴിയായി ആ ദേവാലയത്തിൽ വരുന്നവർക്കൊക്കെ അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവം. സമരിയക്കാരി സ്ത്രീയോട് ഉള്ള സംഭാഷണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആ മലയിലോ ഈ മലയിലോ അല്ല ആരാധന നടത്തേണ്ടത്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടത് ക്രിസ്തുവിനെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളൊരു റീപ്ലേസ്മെൻറ്റ് പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ നിയമത്തിലൂടെ ഈശോ മനസ്സിലാക്കി കൊടുക്കുകയാണ്. വീണ്ടും ഒന്നുകൂടെ നമ്മൾ ലേഖനത്തിലൂടെ, പൗലോസ്ലീഹായുടെ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് എന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ. മനുഷ്യൻ പണിതുയർത്തിയ ദേവാലയം, ജെറുസലേം ദേവാലയം, ആത്മാവിലും സത്യത്തിലും ആരാധന നടത്തേണ്ട യേശുവാകുന്ന ദേവാലയം. മൂന്നാമത്തേത്, നീ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ആലയമായി തീരുക എന്നുള്ളത് പൗലോസ്ലീഹായുടെ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഒരു റീപ്ലേസ്മെൻറ്റ്, ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഒരു പുതിയ അവസ്ഥയിലേക്ക് നീ നിന്നെ തന്നെ മാറ്റുക എന്നുള്ളതാണ് ഈ റീപ്ലേസ്മെൻ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ റീപ്ലേസ്മെൻറ്റിലൂടെ നീ ഒരു ദൈവീക ആലയമായിട്ട് മാറുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യകരങ്ങൾ കൊണ്ട് പണിത ദേവാലയം, യേശുവാകുന്ന ദേവാലയം, അതിനേക്കാളുപരി നീയൊരു ദേവാലയമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഈ സമരിയക്കാരി സ്ത്രീയിലൂടെ ഈശോ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വെളിപ്പെടുത്തുകയാണ്: നീയൊരു ദേവാലയമായി തീരേണ്ടവളാണ്. അതിൻ്റെ പരിശുദ്ധിക്ക്, വിശുദ്ധിക്ക് അനുസരിച്ച് ജീവിക്കേണ്ടവളാണ്. നിന്റെ പഴയ ജീവിത രീതി പൂർണ്ണമായും എടുത്തു മാറ്റി പുതിയ ആത്മാവ് നിറഞ്ഞ, ദൈവാത്മാവ് നിറഞ്ഞ ഒരു ദേവാലയമായി തീരുക. ഇന്നും ഇത് തന്നെയല്ലേ ഈശോ നമ്മളോടും പറയുന്നത്? ആത്മാവ് നിറഞ്ഞ, ദൈവാത്മാവ് നിറഞ്ഞ ആലയമായി നീ രൂപാന്തരപ്പെടണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. സമരിയക്കാരി സ്ത്രീയിലൂടെ അവളെ ശിഷ്യയാക്കി, അവളെ സാക്ഷിയാക്കി, അവളെ വിശുദ്ധിയുടെ നിറകുടമാക്കി അവളെ രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന യേശുവിനെ കാണാൻ സാധിക്കും. വീണ്ടും മറ്റൊരു സംഭാഷണമാണല്ലോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 11-ാം അധ്യായത്തിൽ മർത്തായും മറിയവും അവരുടെ സഹോദരൻ ലാസർ മരിച്ചെന്ന് കേട്ടപ്പോൾ അവിടേക്ക് കടന്നു വരുന്ന ഈശോ. ഇവിടെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഈശോ സ്നേഹിച്ച യേശുവിൻ്റെ വലിയ കൂട്ടുകാരനായിരുന്ന ലാസർ, അവരുടെ സഹോദരിമാരായിരിക്കുന്ന മർത്തായും മറിയവും, അവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് മാറ്റപ്പെടുകയാണ്. അവർക്ക് വലിയ ഉറച്ച ബോധ്യമുണ്ട്, വലിയ വെളിപ്പെടുത്തലുകൾ അവർക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മർത്തായും മറിയവും പ്രത്യേകമായി പറയുന്നത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. മർത്തായോട് കർത്താവ് പറയുന്നത് നമ്മൾ പലപ്പോഴും പങ്കുവയ്ക്കാറുള്ളതല്ലേ.
ഞാനാണ് പുനരുത്ഥാനവും ജീവനും. വലിയ വെളിപ്പെടുത്തലുകൾ ഈ സ്ത്രീയിലൂടെ കർത്താവ് നടത്തുകയാണ്. അതുവഴിയായി ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഈ രണ്ടുപേരും, മർത്തായും മറിയവും, അവർ യേശുവിൻ്റെ സാക്ഷികളായി മാറ്റപ്പെടാനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തികളാണ്. മറിച്ച് അവരുടെ തുടർന്നുള്ള വ്യക്തിജീവിതവും വിശുദ്ധിയുടെ ഒരു ജീവിതത്തിലേക്ക് അവർ മാറ്റപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെയാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അവസാനമായി മഗ്ദലേന മറിയത്തോട് ഉള്ള യേശുവിൻ്റെ സംഭാഷണം. മഗ്ദലേന മറിയത്തിനോടുള്ള യേശുവിൻ്റെ ദീർഘ സംഭാഷണം യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ആണ് നമ്മൾ അത് വായിക്കുക, അല്ലെങ്കിൽ അത് കണ്ടുമുട്ടുക. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം മഗ്ദലയിൽ നിന്നുള്ള മറിയം, ഗലീലി തടാകത്തിൽ നിന്ന് അധികം അകലെയല്ലാത്ത ഉണക്കമീനൊക്കെ വിറ്റിരുന്ന, അതുകൊണ്ട് ഉപജീവനം നടത്തിയിരുന്നൊരു ഗ്രാമം, അവിടെ നിന്നുള്ള മറിയം, ഉണക്കമീൻ്റെ ഗന്ധം അത്ര മനോഹരമായ സുഗന്ധമൊന്നുമല്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു ജീവിതം നയിച്ചവളായിരുന്നു മേരി മാഗ്ഡലിൻ. അവളുടെ ജീവിതം അത്ര സുഗന്ധവാഹിനിയായൊരു ജീവിതമായിരുന്നില്ല. പക്ഷേ അവളെ സുഗന്ധവാഹിനിയാക്കി ഈശോ അവളെ മാറ്റുന്നു, അവളെ ശിഷ്യയാക്കി മാറ്റുന്നത് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, അവളാണ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്ന് യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന് അറിയിക്കുന്നത്. അവളും വിശുദ്ധിയുടെ നിറകുടമായിട്ട് മാറുന്നു. മേരി മാഗ്ഡലിനെ നമ്മൾ ഇങ്ങനെയാണല്ലോ പലപ്പോഴും മനസ്സിലാക്കുക, അപ്പസ്തലോരും അപ്പസ്തോല, അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലയായി മേരി മാഗ്ഡലിനെ മാറ്റപ്പെടുന്നു. അവളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അവളെയും ഈശോ ശിഷ്യയാക്കി, സാക്ഷിയാക്കി, ഉത്ഥാന സന്ദേശം പറയാനുള്ള സാക്ഷിയാക്കി അവളെയും വിശുദ്ധിയിലേക്ക് ഉയർത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈശോ എപ്പോഴും സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ഈ 3 കാര്യങ്ങൾ എപ്പോഴും സംഭവിക്കുന്നതായി സുവിശേഷത്തിൻ്റെ വായനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. നമ്മെ ശിഷ്യനാക്കുന്നു, അല്ലെങ്കിൽ ശിഷ്യയാക്കുന്നു, സാക്ഷിയാക്കുന്നു, വിശുദ്ധിയുള്ളൊരു ജീവിതത്തിനായി നമ്മെ വിളിക്കുന്നു. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ സ്വന്തമാക്കി, ശിഷ്യനാക്കി, ശിഷ്യയാക്കി മാറ്റുകയാണല്ലോ ഈശോ ചെയ്യുന്നത്. മാത്രമല്ല, ഒരു സാക്ഷി ജീവിതത്തിനായി ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നയിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി ജീവിതം മുഴുവൻ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ ശിഷ്യനായി സാക്ഷി ജീവിതത്താൽ വിശുദ്ധിയുള്ളൊരു ജീവിതം നയിക്കുവാൻ കർത്താവെ, നീ ഞങ്ങളെ അനുഗ്രഹിച്ചാലും. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.